അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അഗൈൻ. അപ്പോൾ ഞാൻ ഇന്നും പറയാൻ വന്നതെന്ന് വെച്ചാൽ പക്ഷേ പറയണമെന്ന് വിചാരിച്ച് വന്നേക്കുന്നത് വെച്ചാൽ രേണു സുധിയുടെ കാര്യം തന്നെയാണ്. അപ്പോൾ 2 ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നല്ലോ. ഞാൻ മാത്രമല്ല, വിവി ഇട്ടിട്ടുണ്ടായിരുന്നു, ബാക്കിയുള്ളവരെല്ലാം അത്യാവശ്യം വ്ളോഗേഴ്സ് എല്ലാം നല്ല രീതിയിൽ റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരെല്ലാം രേണു സുധിയുടെ ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ട്. രേണു സുധിയുടെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, രേണുസുതിക്ക് ഈ ഒരു കാരണം കൊണ്ട്, ആ ഒരു ഒറ്റ ഇന്റർവ്യൂ കഴിഞ്ഞ കാരണം കൊണ്ട് കുറെ ഹേറ്റേഴ്സ് ഉണ്ടായിട്ടുണ്ട്. ഇവർ സപ്പോർട്ടേഴ്സ് തന്നെ കുറെ ഹേറ്റേഴ്സ് ഉണ്ടായി. ഇവരെ കൂടെ നിന്ന ആൾക്കാർ തന്നെ കുറെ ഇവരെ ഹെയ്റ്റ് ആക്കുന്നുണ്ട്, കുറെ ഹെയ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇവരെ ഹെയ്റ്റ് ആക്കിക്കൊണ്ടേ ഇരിക്കുന്നു. കാരണം ആവശ്യമില്ലാത്തൊരു കാര്യം, ഈ ഒരു ഇന്റർവ്യൂവിന് ശേഷം ആവശ്യമില്ലാത്തൊരു കാര്യം, കുറെ കാര്യങ്ങൾ ഇവര് വലിച്ചിഴച്ച് അവരെ യൂട്യൂബ് ചാനലിൽ അല്ലെങ്കിൽ അവരെ ഒരു റീച്ചിന് വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന പരിപാടിയാണെന്ന് നമുക്ക് എപ്പോഴും അങ്ങനെ തന്നെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അവര് റീച്ചിന് വേണ്ടിയിട്ട് കുറച്ച് മാറി നിൽക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നേരത്തെ കോൺട്രവേഴ്സി ആയിരുന്ന ആൾക്കാരെ പിടിച്ച് വീണ്ടും ഇതിനകത്തോട്ട് കൊണ്ടുവരുമ്പോൾ വീണ്ടും ഒരു ഹൈപ്പ് കിട്ടും. മീൻസ് വീണ്ടും ഒരു റീച്ചിനുള്ള സാധ്യത ഉണ്ടെന്ന് ഇവർക്ക് നല്ല രീതിയിൽ നല്ലൊരു പ്ലേ ഉണ്ട് ഇതിനകത്ത്. നല്ല രീതിയിൽ അറിയാം, അവർക്ക് നല്ല രീതിയിൽ ഇങ്ങനെ കളിച്ചു കഴിഞ്ഞത് കിട്ടുമെന്നറിയാം. അപ്പം അത് വേണ്ടി മാത്രം ചെയ്യുന്ന പരിപാടിയാണ് ഈ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞപ്പോഴത്തേനും നല്ല രീതിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ വീണ്ടും പറയുന്നത് വെച്ചാൽ, ഇവർക്ക് ഒരു രോഗമാണ്, ഒരു മാരക രോഗം പിടിച്ചിട്ടുണ്ട്. ഇവർക്ക് അതിനനുസരിച്ച് ഇവർക്ക് ആ ഒരു രീതി നിൽക്കാന്നുള്ള ഇത് മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ഈ പറയുന്ന കണക്ക് ഇതും ഒരു ട്രിക്ക് തന്നെയാണ്. മീൻസ് അവർക്ക് എങ്ങനെയെങ്കിലും കുറച്ച് സാമ്പത്തികമായിട്ടൊക്കെ പുറകിലോട്ട് നിൽക്കുവാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ കുറച്ച് ഇത് കിട്ടത്തോളം നമുക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലാവും. അതിനൊക്കെ വേണ്ടി ചെയ്യുന്ന പരിപാടി ആയിരിക്കാം. അവരെ ഇന്റർവ്യൂവിനകത്ത് തന്നെ പറയുന്നുണ്ടായിരുന്നു, പലരെ അവരെ സഹായിക്കുന്നില്ല, സഹായിച്ചുകൊണ്ട് നിന്നവർ തന്നെ പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് നിന്നവർ, കൂടെ നിന്നവർ തന്നെ ചതിച്ചിട്ട് പോകുന്ന അവസ്ഥ, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഒരു വ്യക്തിയാണ് നമ്മളെ സജീന വ്ളോഗ്സ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളത് കണ്ടു കാണുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ സജീന വരെ തിരിച്ച് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നിന്നിട്ട് ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതൊരു സജീന ലാസ്റ്റ് ഇട്ടേക്കുന്ന വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, സ്വാഭാവികമായിട്ടും നല്ല രീതിയിൽ എതിർത്താണ്. ഈ രേണുസുതി ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിന്റെ ആവശ്യമില്ലായിരുന്നു, പിന്നെ ആ സജീന വ്ളോഗ്സിനെ ഇത്രയും ഹെൽപ്പ് ചെയ്തിട്ട് അങ്ങനെ ഇതാണ് ഇതാമാടെ കൂടെ അങ്ങനത്തെ വർത്തമാനങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ടും പറയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും. ഇപ്പൊ നമ്മളും എന്ത് വിചാരിക്കേണ്ടത്, ഞങ്ങളൊക്കെ വിചാരിച്ചെന്ന് വെച്ചാൽ, ഇത്രയും നാളും അക്കൗണ്ടിൽ കൊളാബ് ഇട്ടുകൊണ്ടിരുന്ന ഒരാള് പെട്ടെന്ന് ഇങ്ങനെ കാല് മാറി, അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ മാറിപ്പോണമെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു കാരണം കാണത്തില്ലേ? അപ്പൊ ഈ സജീന വ്ളോഗ്സ് വരെ ഈ ഒരു രേണുസുതിക്കെതിരെ ഇങ്ങനെ തിരിഞ്ഞ് കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ രേണുസുതിക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ സജീന ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിന്ന ഒരാള്, രേണുസുതിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആള് വീണ്ടും ഇങ്ങനെ തിരിഞ്ഞ് എന്നുള്ള രീതിയിൽ, അതും അതിനകത്ത് എടുത്ത് പറയുന്നത് ഇവർ കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ്. മനസ്സിലായില്ലേ? ഇതും കണ്ടന്റ് ആണ്. ഇതും എന്ന് പറയുമ്പോഴത്തേനും സജീന എല്ലാരും രേണുസുതി ഒന്ന് അനങ്ങി കഴിഞ്ഞാൽ എല്ലാരും കണ്ടന്റ് ഉണ്ടാക്കാൻ നിൽക്കുക. കാരണം അമ്മാതിരി കലാപരിപാടികളൊക്കെയാണ് നമ്മളെ രേണുസുതിയുടെ ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ആർക്കും ചെയ്യാതിരിക്കാനും പറ്റത്തില്ല. പിന്നെ അത് മാത്രമല്ല, കിച്ചുവിന്റെ കാര്യം പറഞ്ഞെങ്കിൽ അതിനു മുമ്പ് നമ്മളെ ഈ ഒരു ഇന്റർവ്യൂ എടുത്ത മീഡിയ, എന്തായിരുന്നു അതിന്റെ പേര്, മൂവി വേൾഡ് മീഡിയ, അവർ വീണ്ടും ഇന്റർവ്യൂവിന് ചെന്നിട്ടുണ്ട്. ഈ ഒരു രേണുസുതിയുടെ ചേച്ചിയുടെ ഒരു ഇന്റർവ്യൂ എടുക്കാനായിട്ട് ചെന്നിട്ടുണ്ട്. അവർക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലായി, ഇവർ ഇതൊന്നും ഇട്ട് കൊടുത്തപ്പോഴത്തേന് ഇത് കയറി നല്ല രീതിയിൽ കത്തി പടർന്നെന്ന് ഇവർക്ക് നല്ല രീതിയിൽ മനസ്സിലായി. അപ്പൊ വീണ്ടും അവര് കണ്ടന്റിന് വേണ്ടിയിട്ട്, റീച്ച് ആക്കാൻ വേണ്ടിയിട്ടും ഒരു വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന പരിപാടിയാണെന്ന് നമുക്ക് നോർമലി മനസ്സിലാക്കാവുന്ന ഒരു ഇത് മാത്രമേ ഉള്ളൂ. അത്രയ്ക്കൊക്കെ ഉള്ളൂ ഇതിനകത്ത്. പിന്നെ ഇതിനകത്തുള്ള കുഴപ്പം എന്തോന്ന് വെച്ചാല്, ഇങ്ങനത്തെ ആൾക്കാരെ ഇതിനകത്ത് ഡ്രാഗ് ചെയ്തിടുന്നു. ആവശ്യമില്ലാത്ത കുറെ ആൾക്കാരെ ഇതിനകത്ത് ഡ്രാഗ് ചെയ്തിടുന്നു, തെറി വിളിക്കുന്നു, തന്തയ്ക്ക് വിളിക്കുന്നു, അമ്മയ്ക്ക് വിളിക്കുന്നു. ഈ നാട്ടിലില്ലാത്ത കുറെ ആൾക്കാരെ എല്ലാരെയും കൂടെ കൂട്ടിച്ചേർത്ത് വിളിക്കുന്നു. അവരെ സഹായിച്ചില്ലെന്നും പറഞ്ഞ് അവരതിന്റെ ഫ്രസ്ട്രേഷൻ, ഡിപ്രഷനൊക്കെ കാണിക്കുന്നത് ഇങ്ങനെയാണ് അവർ കാണിക്കണത്. സ്വാഭാവികമായിട്ടും അതിനകത്ത് നിന്ന് ഇങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ ഈ മൂവി വേൾഡിൽ ആ ചിത്ര എന്ന് പറയുന്ന ആ ഒരു ആങ്കർ, ഇന്റർവ്യൂ എടുത്ത ആള്, പുള്ളിക്കാരി അവര് വീണ്ടും ഈ ഒരു രേണുസുതിയുടെ ചേച്ചിയുടെ വീട്ടിൽ പോയി വീണ്ടും കുറെ കാര്യങ്ങൾ ചോദിക്കുന്നു. അതിനകത്തും വലിച്ചടിക്കുന്നു ഈ ഒരു കിച്ചുവിന്റെ കാര്യം. ഞാൻ ഒരു കാര്യം പറയട്ടെ, കിച്ചു മര്യാദയ്ക്ക് ഇപ്പോൾ ഒരു ബിസിനസ് ഒക്കെ ചെയ്തുകൊണ്ട് മര്യാദയ്ക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. എന്തിനാണ് വീണ്ടും ഈ കിച്ചുവിനെ പിടിച്ച് ഇതിനകത്ത് ഡ്രാഗ് ചെയ്ത് ഇടുന്നതെന്ന് എനിക്ക് നേരെ
കറക്റ്റ് ആയിട്ട് നമുക്ക് ആർക്കും ഈ ഒരു റിയാക്ഷൻ വ്ളോഗ് ചെയ്യുന്ന ആൾക്കാർക്ക് ആർക്കും നല്ലോണം മനസ്സിലായിട്ടില്ല. കാരണം അവന്റെ ഒരു കാര്യം നോക്കുവാണെങ്കിൽ അത്യാവശ്യം ബിസിനസ് ഇതിപ്പോ എന്തുവാണ് രേണുസുതിക്ക് പിടിക്കുന്നില്ലേ ഇവ? ഇതിപ്പോ എന്ത് ഉദ്ദേശിക്കുന്ന വെച്ചാൽ രേണുസുതിക്ക് ഇങ്ങനെ കിച്ചു ഇങ്ങനെ ബിസിനസ് ഒക്കെ ചെയ്ത് വളർന്ന് നല്ലൊരു അത്യാവശ്യം വലിയ കോൺട്രവേഴ്സി ഒന്നും ഇല്ലാതെ ഇങ്ങനെ വളർന്നു പോകുന്നത് രേണുസുതിക്ക് പിടിക്കുന്നില്ല എന്നാണ് തോന്നുന്നത്. അതേപോലെ തന്നെ ഒരു കാര്യമില്ലാതെ വലിച്ചിട്ടത് കിച്ചുവിന്റെ പേരും പറഞ്ഞ് ഈ ഒരു പ്രത്യേകതരം അതുലിന്റെ ഒരു തമ്മിൽ മാത്രം ഇതിനകത്ത് എടുത്തിട്ടതിന്റെ കാരണവും ഇതൊക്കെ തന്നെയാണ്. എന്ന് വെച്ചാല് ഈ അടങ്ങിയിരിക്കുന്ന ആനയുടെ മൂട്ടിൽ കമ്പിട്ട് കുത്തുമ്പോഴത്തേന് എന്ത് സംഭവിക്കുന്ന അറിയില്ല. ആ ഒരു ഇതും കൂടെ അവര് പ്രയോഗിച്ച ആരാ മൂവി വേൾഡ് ഇന്റർവ്യൂ എടുത്ത ടീമാണ്. അവരും കൂടെ അതിനകത്ത് നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്. ഇട്ടുകൊടുത്ത് കിട്ടുകയും ചെയ്ത് അപ്പൊ കിട്ടിയ അവസരത്തിൽ വെച്ച് കീറുകയും ചെയ്ത് രേണുസുതി. അതാണ് ഇതിനകത്ത് സ്വാഭാവികമായിട്ട് ഇതിനകത്ത് നടന്ന കാര്യം അതാണ്. അതേപോലെ തന്നെ കുറെ ഹേറ്റേഴ്സ് കുറെ ഇഷ്ടം പോലെ ഉള്ളൂ. ഈ രേണുസുതി നനയാൻ കഴിഞ്ഞാല് രേണുസുതിയുടെ അവസ്ഥ ഇതാണ്. ഒരു വീഡിയോ വരെ അടിച്ചുപോയി, വീഡിയോ വരെ അടിച്ച് കളഞ്ഞു. അതിന്റെ ഒരു ആവശ്യമില്ലായിരുന്നു. മാന്യമായിട്ടൊക്കെ സംസാരിക്കാം, അല്ലെങ്കിൽ തിരിച്ച് ഇതണക്ക് പറയാനുള്ള രീതിയിൽ അത് കണക്ക് തിരിച്ച് കൊള്ളുന്ന രീതിയിൽ സംസാരിക്കാം. ഇത് കൊള്ളുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇതെന്തോ ഒരുമാതിരി കയ്യിൽ നിന്ന് പോയിട്ട് ഒന്നും പറയാനില്ലായിട്ട് ലാസ്റ്റ് ഇവരെയൊക്കെ തന്തയ്ക്ക് വിളിക്കുക, തള്ളയ്ക്ക് വിളിക്കുക, മറ്റേ ഷഫീനയുടെ തന്തയ്ക്ക് വിളിക്കുക, തള്ളയ്ക്ക്. ഷഫീനെ പോലെ ഇല്ലാത്ത അവരാധം മൊത്തം പറഞ്ഞിട്ടുണ്ട്. എന്റെ പോലെ അവരാധം പറയുന്നതിന് ഭയങ്കര റീച്ചാണ്. രേണുസുതി അവരാധം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റീച്ചാണ്. ബാക്കിയുള്ളവർ അവരാധം പറഞ്ഞു കഴിഞ്ഞാൽ റീച്ചൊന്നും കിട്ടത്തില്ലേ. അപ്പൊ അവര് വീണ്ടും ഈ ഒരു മൂവി വേൾഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവർ വീണ്ടും ഇന്റർവ്യൂവിന് പോയിട്ടുണ്ട്. വീണ്ടും അവർക്ക് മനസ്സിലായി ചെറിയൊരു ലീഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കൊടുത്താൽ മതി, ബാക്കി എല്ലാം വന്നുകൊണ്ടിരിക്കും. ബാക്കി എല്ലാവരും അടുത്ത് റിയാക്ട് ചെയ്യുന്നുണ്ടല്ലോ, അത്യാവശ്യം നല്ല റീച്ചിലൊക്കെ കയറി പോകുന്നുണ്ടല്ലോ. ആ ഒരു ഉദ്ദേശത്തിൽ തന്നെയാണ് ഇവർ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ വീഡിയോ അടിച്ചു പോയതിന്റെ കാരണം ഞാൻ പറഞ്ഞായിരുന്നല്ലോ. വീഡിയോ അടിച്ചു പോയതിന്റെ കാരണം ഒരു കാര്യമില്ലാതാണ് വിവിനെ തെറി വിളിച്ചത്. വിവിനെ തെറി വിളിക്കുക, പിന്നെ ജാസ്മിൻ ജാഫറിന്റെ കാര്യം, കുറച്ച് കാര്യം പേഴ്സണൽ ആയിട്ടുള്ള കാര്യം, ലാപ്പി എന്നൊക്കെ കുറെ എന്താണ്ടൊക്കെ അങ്ങനെ കാണിച്ചു പോകാൻ പറ്റുമോ എന്ന് ആലോചിച്ച് നോക്കേ. അപ്പൊ ഇല്ലാത്ത കാരണങ്ങൾ ഉണ്ടാക്കി റീച്ച് നേടുക എന്നുള്ളൊരു ഉദ്ദേശം. പക്ഷെ എല്ലാരും ഇതൊന്നും സഹിക്കത്തൊന്നുമില്ല കേട്ടോ. ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞാൽ ആവശ്യമുള്ള കാര്യമാണെങ്കിലും ആവശ്യമില്ലാത്ത കാര്യമാണെങ്കിലും കുറച്ച് മര്യാദയ്ക്ക് മാന്യതയോടെ സംസാരിക്കാം. ഇല്ലാത്ത പക്ഷേ വീഡിയോ ഒക്കെ അടിച്ച് കളയാനായിട്ട് ആൾക്കാരൊക്കെ നിൽക്കും. അപ്പൊ പിന്നെ അതുല് കാർ രേണുസുതിനെ വിറ്റ് കാർ എടുത്തെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ എന്തൊരു വർത്താനമാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത്. ആ യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കി അത് കിട്ടുന്നുണ്ടെങ്കിൽ അത് രേണുസുതിയുടെ മാത്രം കണ്ടിട്ട് ആയിരിക്കത്തില്ല, അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല. വേറെ എന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും. രേണുസുതി ഇവിടെ വന്നിരുന്നിട്ട് ഇന്റർവ്യൂവിനകത്ത് വന്നിരുന്നിട്ട് പറയാ, അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇട്ടിട്ട് പറയാ രേണുസുതിനെ വിറ്റ് അതുല് കാറ് മേടിച്ച് എന്നെ വിറ്റല്ലേടാ കാറ് മേടിച്ചിരുന്നു. അതൊക്കെ എന്തൊരു വർത്താനമാണ്. അപ്പം വീണ്ടും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ രേണുസുതിക്ക് നിങ്ങൾക്ക് സഹായങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്നവരിപ്പം വെറുക്കുന്നുണ്ടെങ്കിൽ കാരണം ഇതൊക്കെ തന്നെയാണ്. ആ ഒരു ഇന്റർവ്യൂവിന് ശേഷം ഹെയ്റ്റ് ആകുമ്പോഴത്തേന് കൂടുതൽ റീച്ച് കിട്ടും എന്നുള്ള ഉദ്ദേശമാണെങ്കിൽ പക്ഷെ റീച്ച് കിട്ടും, പക്ഷെ ഹെയ്റ്റ് കൂടും. റീച്ച് കിട്ടും, ഹെയ്റ്റ് കൂടും. നിങ്ങൾ ഓർക്കുക, നിങ്ങളെ സഹായിക്കാൻ നിൽക്കുന്നവരും നിങ്ങളൊരു ഈ ഒരു സ്റ്റേജ് അല്ലെങ്കിൽ ഇപ്പൊ ഈ രോഗം മാറിയിട്ട് നിങ്ങൾ അടുത്ത പരിപാടിക്ക് എന്താണ് പോണത്, ഇത് തന്നെ ആയിരിക്കും പോണത്. മീൻസ് ഈ അഭിനയിക്കാനും അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പൊ അതിനകത്തൊന്നും കിട്ടാതെ വന്നു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ, എത്ര പേരായിരിക്കും രേണുസുതിയെ വെച്ചിട്ട് അല്ലെങ്കിൽ രേണുസുതിയെ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യണം അല്ലെങ്കിൽ ഒരു മൂവി ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവരായിരിക്കും. ഇപ്പൊ ഈ ഒരു എന്താ പറയാ ബാഡായിട്ടുള്ള കുറച്ച് തെരുവിളിയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ കുറച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പേഴ്സണലി ഉള്ള കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് പേഴ്സണലി അവരെ വിളിച്ച് സംസാരിക്കുക എന്നുള്ള രീതിയിലൊക്കെ ആണെങ്കിൽ ഓക്കെ. അല്ലാതെ ഈ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് സോഷ്യൽ മീഡിയക്കകത്ത് വന്നിരുന്നിട്ട് തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്നതല്ല നല്ലത്. അതൊന്നും നല്ല കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ മൂവി വേൾഡ് മീഡിയ അവര് നല്ല രീതിയിൽ കുറച്ച് റീച്ചൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് രേണുസുതിക്ക് മനസ്സിലായി കാണും. അപ്പം ഈ ഈ ആവശ്യമില്ലാത്ത ആൾക്കാരെ ഇതിനകത്ത് ഡ്രാഗ് ചെയ്തിട്ടിട്ട് അതിന്റെ ഒരു കാര്യം എനിക്കിത് കാണുന്നില്ല. അതിന്റെ അങ്ങനത്തുള്ള ഒരു ആവശ്യകത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കിച്ചുവല്ലേ ആ പോട്ട്, അവൻ വേറെ ബിസിനസ് ഒക്കെ ചെയ്ത് ജീവിക്കുന്നില്ലേ, പോട്ട് നിങ്ങൾക്ക് എന്തൊരു കേന്ദ്ര അടിക്കുന്നു. സ്വാഭാവികമായിട്ടും കിച്ചുവിന്റെ ഒക്കെ കാര്യം കിച്ചു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിടുമ്പോഴത്തേന് നമുക്ക് നോർമലി തോന്നുന്നത് എന്ന് വെച്ചാൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് നമുക്ക് തോന്നുന്നത്, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാൾക്കായാലും തോന്നുന്നതെന്ന് വെച്ചാൽ
മനഃപൂർവ്വം അവന്റെ പേര് വലിച്ചിട്ട് അവനെ ഒന്ന് ഡൗൺ ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. അല്ലെങ്കിൽ അവന് ബിസിനസ് ചെയ്യുന്നത് അവന് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്കും ഇഷ്ടം പോലെ പൈസയൊക്കെ ഒപ്പിക്കായിരുന്നല്ലോ. നിങ്ങളെ സഹായിക്കുന്നവരെയൊക്കെ എന്തോ പറയാ, സഹായിക്കാൻ നിൽക്കുന്നവരെയൊക്കെ പോയില്ലേ, അവരെയൊക്കെ എന്തുവാണ് ഞാൻ കണ്ടു. ആ ഒരു നിങ്ങളൊരു ചാനലിൽ തന്നെ കുറെ പേര് ആൾക്കാർ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആൾക്കാർ തന്നെ നിങ്ങൾക്കെതിരെ തിരിയുമ്പോഴത്തേന് അതിന്റെ ഒരു ഇത് വേറെയാണ്. നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കുക. ഇഷ്ടംപോലെ ഇന്റർവ്യൂസ് ഈ ഒരു കോൺട്രവേഴ്സി ഉണ്ടാകുമ്പോഴത്തേന്, ഇങ്ങനത്തെ കോൺട്രവേഴ്സി ഉണ്ടാകുമ്പോഴത്തേന് വീണ്ടും അടുത്ത ഇന്റർവ്യൂ എടുക്കാനായിട്ട് ആൾക്കാർ വരും. അത് ഇതിനകത്ത് നല്ലൊരു പ്ലേ ആണ്. അങ്ങനെയും പ്ലേ ചെയ്ത് അങ്ങനെ ഒരു കളി കളിച്ചിട്ട് ഇതിനകത്ത് കൊണ്ടുവരും. അപ്പൊ അടുത്ത ഇന്റർവ്യൂ എടുക്കാനായിട്ട് വരും. ഇപ്പം അവരെ ചാനൽ റീച്ച് ആക്കണ്ടേ, അവർ ഈ കണ്ടന്റ് തന്നെ ഇട്ട് കൊടുക്കും. കിച്ചന്റെ കാര്യം, ബാക്കിയുള്ളവരെ കാര്യം, റിയാക്ഷൻ വ്ളോഗ് ചെയ്യുന്ന കാര്യം ഇട്ട് കൊടുക്കും. അതും ഇങ്ങനെയൊക്കെ ആളെ കത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഇത് തന്നെ ആയിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഓരോ കാര്യങ്ങൾ തന്നെ ആയിരിക്കും അതിനകത്ത് വരുന്നത്. ഈ ഒരു ഇന്റർവ്യൂവിന് കഴിഞ്ഞതിന് ശേഷമുള്ള ആ ചോദ്യങ്ങൾ തന്നെ ആയിരിക്കും ബാക്കിയുള്ള ഇന്റർവ്യൂ എടുക്കാൻ വരുന്ന ആൾക്കാരും ചോദിക്കുന്നത്. അല്ലാതെ നിങ്ങളെ രോഗവിവരത്തെ കുറിച്ചൊന്നും അവർ ചോദിക്കാനൊന്നും പോകുന്നില്ല. നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പോലും അവർ നിൽക്കത്തില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ പൈസ തന്നിട്ട്, നിങ്ങൾക്ക് ചിലപ്പോൾ പൈസയൊക്കെ തരുമായിരിക്കും. ഇന്റർവ്യൂ ചെയ്യുന്നതിന് പൈസ കൊടുക്കുമല്ലോ. അതെങ്കിലും കിട്ടുന്നെങ്കിലും കിട്ടിട്ട് വെച്ചിട്ട് നിങ്ങൾ പോയിരുന്ന് പറയുക, അല്ലെങ്കിൽ നിങ്ങളൊരു ഇന്റർവ്യൂ കൊടുക്കും. പക്ഷെ നിങ്ങൾ എന്തോ കാര്യങ്ങൾ സംസാരിച്ചാലും മര്യാദയ്ക്കുള്ള കാര്യങ്ങൾ സംസാരിക്കുക, സത്യമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ള ഇത് എനിക്ക് പറയാം. അപ്പം രേണുസുധിയുടെ വീഡിയോ ഇട്ടുന്നപ്പോൾ എനിക്ക് ആരുടെയൊക്കെ കയറി കമന്റ് ചെയ്യുന്നുണ്ട്. ഞാൻ മൈൻഡ് ആക്കിയൊന്നുമില്ല. എനിക്ക് മനസ്സിലായി രേണുസുധിയുടെ ഇതാണെന്ന്. പക്ഷേ നിങ്ങളും രേണുസുധിയുടെ ഫോളോവേഴ്സും കുറച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ, ഞാൻ നോക്കുമ്പോഴത്തേന് റിയാക്ഷൻ വ്ളോഗ് എടുക്കുന്ന ആൾക്കാർക്കായാലും ഇന്റർവ്യൂ എടുക്കുന്ന ആൾക്കാർക്ക് രണ്ട് തട്ട. രേണുസുധി എന്ത് പറഞ്ഞാലും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാരുണ്ട്, ഫോളോവേഴ്സ് ഉണ്ട്. അതെ, എന്ത് പറഞ്ഞാലും അവരെ എന്ത് തെണ്ടിത്തരം പറഞ്ഞാലും അവരെ മാത്രം സപ്പോർട്ട് ചെയ്തോളൂ. അങ്ങനത്തെ ഫോളോവേഴ്സ് ഉണ്ട്, ഫിക്സഡ് ആണ്. ഇതൊക്കെയാണ് ഗൈസ് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും വിഷയം ഇതണക്കൊക്കെ ചെയ്യത്തേ ഉള്ളൂ. പിന്നെ ഈ ഒരു തന്തയ്ക്കിളി നല്ലക്കിളി നല്ലതായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. പേഴ്സണലി ഒരാളെ വിളിക്കരുത്. നോർമലി ഉള്ള കാര്യം, മീൻസ് പൊതുവേ ഉള്ളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ. എന്ന് വെച്ചാൽ ഒരു ഇത്തരം കാണിക്കുന്ന ആൾക്കാരെന്നൊക്കെ ഞാനും പറഞ്ഞിട്ട് എൻ്റെ വീഡിയോ. പക്ഷെ ഞാൻ പേഴ്സണലി ഒരുത്തൻ്റെയും തന്തയ്ക്കും തള്ളയ്ക്ക് ഞാൻ വിളിച്ചിട്ടില്ല. അങ്ങനെ വിളിക്കേണ്ട ഒരു കാര്യമില്ല. അങ്ങനെ വിളിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിനക്ക് വീഡിയോ ഒക്കെ അടിച്ചു പോകും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഗൈസ്, അപ്പം ബൈ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തെന്ന് വെച്ചാൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്തോ ചെയ്തോ. ഞാനിപ്പോൾ എനിക്ക് അറിയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ, എനിക്ക് 10-30 വയസ്സുണ്ട്. എൻ്റെ ഈ കോലം കണ്ടിട്ടൊന്നും നിങ്ങളൊന്നും ഇതാക്കിയൊന്നും വേണ്ട. നമുക്കും കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. അല്ലാതെ എൻ്റെ ഈ കമൻറ്റ് ബോക്സിൻ്റെ അടി വന്നിട്ട് മോനെ അങ്ങനെയാണോ ചെയ്യുന്നത്, മോനെ എന്ന് വിളിച്ചിട്ട് നിങ്ങളെക്കായൊക്കെ പ്രായം ഉണ്ടോ? നിങ്ങൾ ഇതിനകത്ത് കമൻറ്റ് ചെയ്യുന്ന ആളെക്കായൊക്കെ പ്രായമുണ്ട് എനിക്ക്. അല്ലാതെ അറിയാത്ത കാര്യങ്ങൾ വന്നിട്ട് ചെയ്യുന്നതൊന്നുമല്ല. കമൻ്റൊക്കെ നമ്മൾ കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതായിട്ട് എല്ലാവർക്കും ബൈ.